നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ സ്നേഹമാകുന്ന ഗീതമോ എൻ്റെ കാതിനിണയാകണേ സത്യമെന്നുള്ള ശീലമോടെന്നെ ശാന്തി അറിയണമേ ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാക്കണേ ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ ജാതിഭേദങ്ങളെന്ന ശാപമോ ദൂരെ മറിയണമേ ലോകമെന്ന പാഠമെന്നുമേ മനസ്സിലെഴുതേണമേ. നമ്മൾ ഇന്ന് ചിങ്ങമാസം 1-ാം തീയതി മലയാള മാസത്തിൻ്റെ പുതുവത്സരം ആഘോഷിക്കുന്നു. എല്ലാവർക്കും ആദ്യമായി പുതുവത്സര ആശംസകൾ. ഈ ഒരു വർഷം മലയാളിയെ സംബന്ധിച്ച് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വർഷമാണ്. പഞ്ഞമാസമായ കർക്കിടകം കഴിഞ്ഞ് ചിങ്ങത്തിലേക്ക് പുലരി സൂര്യൻ ഉദിച്ചു വരുമ്പോൾ പുതിയൊരു വെളിച്ചത്തിലേക്ക്, ഒരു വർഷത്തെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് നമ്മൾ കണ്ടുകൊടുക്കുകയാണ്. ആ ദിവസം തന്നെ കേരള സർക്കാർ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടേണ്ട കർഷകരുടെ ദിനമായി ആചരിക്കുക. കേരളം ഒട്ടും എല്ലാ പഞ്ചായത്തുകളിലും കർഷക ദിനം എന്ന് വളരെ ഗംഭീരമായി ആഘോഷിക്കുകയും ആ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കർഷകരെ തിരഞ്ഞെടുത്ത് അവരെ ആദരിച്ച് പ്രോത്സാഹനങ്ങൾ നൽകി കൃഷിയുടെ രംഗത്ത് അവരെ സജീവമാക്കാനും അതിലൂടെ മറ്റുള്ളവരെയും കൂടി അതിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവരെയും കൂടി കൃഷിയിലേക്ക് ആകർഷിക്കാനും നമ്മുടെ സമൂഹത്തിൻ്റെ ഹരിതവൽക്കരണത്തിന് മുന്നോട്ടുള്ള നീക്കത്തിനും എല്ലാം സഹായിക്കുന്ന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തുകൾ നടക്കുന്നത്. വെട്ടിക്കോല പഞ്ചായത്തിൽ ശ്രീ തലച്ചിറ അസീസിൻ്റെ നേതൃത്വത്തിൽ കാർഷിക രംഗത്ത് വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ നമ്മുടെ കൃഷി ഓഫീസർ ശ്രീ മനോജ് പറയുകയുണ്ടായി, 2500ഓളം കർഷകർക്ക് ആനുകൂല്യങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ആ ആനുകൂല്യങ്ങൾ ഈ മാസം തന്നെ അത് വിതരണം ചെയ്യും. കാരണം അതിൻ്റെ ലിസ്റ്റെല്ലാം പഞ്ചായത്ത് മെമ്പർമാർ വേഗം എടുക്കണം. കാരണം ഒക്ടോബർ മാസത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാ മെമ്പർമാരും ഉത്സാഹിച്ച് നിന്നുകൊണ്ട് ആ ലിസ്റ്റ് ഒന്ന് സ്പീഡാക്കി ആ ആനുകൂല്യങ്ങൾ, നിങ്ങൾ പഞ്ചായത്ത് തീരുമാനമെടുത്തിരിക്കുന്ന ആനുകൂല്യങ്ങൾ കൂടി അവർക്ക് വിതരണം ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. വെട്ടിക്കോല പഞ്ചായത്തിനെ സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തനവും വളരെ പ്രശംസനീയമാണ്. കാർഷിക രംഗത്ത് വളരെ നല്ല പ്രവർത്തനം. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ചെലവഴിക്കുക മാത്രമല്ല, അതിൽ കാർഷിക രംഗത്ത് പശുക്കളെ നൽകുന്നതിനും അതുപോലെ ആട്ടുകുട്ടികളെ നൽകാനും അതുപോലെ പച്ചക്കറി കൃഷിക്കുള്ള തൈകൾ വിതരണം ചെയ്യാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വളരെ പ്രശംസ അറിയിക്കുന്നതാണ്. പഞ്ചായത്തിലാകമാനം കാർഷിക രംഗത്തിന് വലിയ ഉണർവുണ്ട്. അതുപോലെ തന്നെയാണ് സൊസൈറ്റികളുടെ പ്രവർത്തനങ്ങളിലൂടെ പാലിൻ്റെ സംഭരണവും വിപണനവും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചക്കുവരിക്ക സൊസൈറ്റി അല്ലെങ്കിൽ ഒരു മാതൃകയാണ്. ചക്കുവരിക്ക സൊസൈറ്റി പാല് മാത്രമല്ല, പാല് അധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. അത് കാർഷിക രംഗത്തെ ഒരു മുന്നേറ്റം തന്നെയാണ്. നമ്മുടെ ഈ പഞ്ചായത്തിലെ കാർഷിക രംഗത്തുള്ള മുന്നേറ്റത്തിന് സഹകരണ പ്രസ്ഥാനങ്ങളും വ്യക്തികളും നൽകുന്ന സഹായം. അതിൽ ഉദാഹരണം ഞാൻ പറഞ്ഞാണ്. അവിടെ പാല് കൊണ്ടുള്ള പേട ഉണ്ടാക്കുന്നുണ്ട്, തൈരുണ്ടാക്കുന്നുണ്ട്, മോരുണ്ടാക്കുന്നുണ്ട്, അങ്ങനെ ഒരുപിടി സാധനങ്ങൾ. അതുപരിയായി കർഷകരിൽ നിന്ന് ചാണകം ശേഖരിച്ച് ജൈവവളം നിർമ്മിച്ച് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാനും കഴിയുന്നു ഈ പഞ്ചായത്ത്. ഈ പഞ്ചായത്തിലെ കർഷകർക്ക് വലിയ ആനുകൂല്യമാണ് വരുന്നത്. ആ ഒരു പ്രസ്ഥാനത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനും വളം ഉണ്ടാക്കുന്ന പാലുൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു ഫാക്ടറി, ഒരു ഷെഡ് പോലെ പണിയാനും വേണ്ടി 30 ലക്ഷം രൂപയാണ് MLA ഫണ്ടിന് കൊടുക്കുന്നത്. അതിനുള്ള നടപടിയായി കഴിഞ്ഞു. അത് ഉടൻ നൽകും. അത് ഇപ്പം തന്നെ നിർമ്മാണം ആരംഭിക്കും. നമ്മുടെ കാർഷിക രംഗത്ത് പാൽ ഉൽപ്പാദിപ്പിക്കുന്നവരാണെങ്കിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നത് വിപണനം ചെയ്യാനുള്ള മാർഗങ്ങൾ ഉണ്ടാകും. ഇന്ന് രാവിലെ TV ഓൺ ചെയ്തപ്പോൾ പറഞ്ഞു റിലയൻസും കുടുംബശ്രീയും കൈകോർക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ വലിയ മാർക്കറ്റ് കൈകാര്യം ചെയ്യുന്ന വൻകിട കുത്തക കമ്പനികൾ കുടുംബശ്രീയോട് സഹകരിക്കുന്ന പോലെ ഗ്രാമീണ കർഷകരോട് സഹകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടുകയും നമ്മുടെ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് മറിഞ്ഞു പോവുകയും അതിനാവശ്യമായ നമുക്ക് ലഭിക്കേണ്ട പണം ഉടൻ ലഭിക്കുകയും ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടായാൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ വിപണി സർക്കാർ നല്ല ഉദ്ദേശത്തോട് തുടങ്ങിയൊരു പ്രസ്ഥാനമാണ്. സ്വയം പര്യാപ്തമായി നടത്തണം എന്ന് പറഞ്ഞ വിപണി വലിയ നഷ്ടത്തിലോടുകയാണ്. ശമ്പളം കൊടുക്കാൻ പോലും പൈസ നിലയിലേക്ക് മാറുകയാണ്. സർക്കാർ കയ്യിൽ നിന്ന് ശമ്പളം കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയുമായി സംസാരിക്കുമ്പോൾ മന്ത്രി പറഞ്ഞത് വിപണി എന്ന് പറയുന്ന പ്രസ്ഥാനം തുടങ്ങിയത് കർഷകരിൽ നിന്ന് നല്ല വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങി
വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് സ്വയം പര്യാപ്തമായി നടന്നുകൊണ്ട് പ്രസ്ഥാനമായിട്ടാണ് സംസ്ഥാനത്ത് വിപണി തുടങ്ങിയത്. അതൊരു സർക്കാർ ഓഫീസ് പോലെ ആയി മാറുകയും അതിന് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വമില്ലാതെ അത് നഷ്ടത്തിലോടുക. കാരണം കർഷകർക്ക് ഗുണം കിട്ടിയെന്ന് അറിഞ്ഞൂടെ, അതിന് സാധനം നഷ്ടത്തിലായി, അത് മുന്നോട്ട് പോകാൻ പറ്റാത്ത നിലയിലേക്ക് എത്തുകയാണ്. ഇതൊക്കെ നമ്മുടെ കെടുകാര്യസ്ഥ നമ്മളങ്ങനെ ശ്രദ്ധയില്ലാതെ കൈകാര്യം ചെയ്തത്. ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത് നമുക്കതിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ശമ്പളം വാങ്ങാൻ മാത്രമല്ല, അതവർ ചെയ്യുന്ന ജോലിയുടെ കൂലിയാണ്, അതവർ കൊടുക്കണം. പക്ഷേ കർഷകരെ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടാൻ, അത് പെട്ടെന്ന് തന്നെ വിപണിയിലെത്തിച്ച് വിപണനം ചെയ്ത് പോകാനും വേണ്ടിയിട്ടാണ് സർക്കാർ നല്ല ഉദ്ദേശത്തോട് തുടങ്ങിയ പദ്ധതികളെ നമ്മൾ പരാജയപ്പെടുത്താൻ പാടില്ല. വളരെ ഉത്സാഹത്തോടുകൂടി അക്കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് വരണം. പിന്നെ കർഷകരെ സംബന്ധിച്ച് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എവിടെയാണ് ഏറ്റവും നല്ല വില കിട്ടുന്നത്. ഇപ്പോൾ ഞാനൊരു തവണ വയനാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നല്ല ഏത്തവാഴ കുലച്ച സമയമാണ്. കിലോയ്ക്ക് അവിടെ 15 രൂപയ്ക്കാണ് ആലോചിച്ചു. ഒരു കർഷകൻ്റെ അധ്വാനത്തിൽ കിട്ടുന്ന വില വളരെ തുച്ഛമാണ്. 1 കിലോയ്ക്ക് 15 രൂപയാണ്. ആ ദിവസം ഞാൻ അന്വേഷിക്കുമ്പോൾ പത്തനാപുരത്തും കൊട്ടാരക്കരയിലും മാർക്കറ്റിൽ 48 രൂപയ്ക്കാണ് 1 കിലോ ഏത്തയ്ക്ക വിൽക്കുന്നത്. എന്താ വ്യത്യാസം എന്നറിയും. അപ്പോൾ കർഷകന് ദൂരെയാണെങ്കിൽ പോലും അവർക്ക് ഇത്തരത്തിൽ ലഭിക്കുന്ന വില എവിടെയാണുള്ളതെന്ന് വെച്ചാൽ അവർ കൂട്ടായി കർഷകർക്ക് അവിടെ എത്തിച്ച് കൂടിയ വിലയ്ക്ക് വിൽക്കാൻ കഴിയും. കോട്ടയത്ത് 42 രൂപയ്ക്ക് മണി വില ഉണ്ടായിരുന്നു അന്ന്. കൊട്ടാരക്കരയിലും പത്തനാപുരത്തും 48 രൂപ വിലയുണ്ടായിരുന്നു. പക്ഷേ കർഷകർക്ക് യഥാർത്ഥത്തിൽ കൃഷി ചെയ്ത് കഷ്ടപ്പെട്ട വെയിൽ കൊണ്ട മഴ നനഞ്ഞ പാടത്ത് പണിയെടുത്ത കർഷകന് കിട്ടിയത് വെറും 15 രൂപയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. കർഷകരുടെ നിലനിൽപ്പ് എന്ന് പറയുന്ന കർഷകർക്ക് ലഭിക്കുന്ന സാമ്പത്തിക ലാഭം തന്നെയാണ്. നമ്മുടെയൊക്കെ മുൻകാല പൂർവികന്മാരെല്ലാവരും ചെയ്തിരുന്ന അവരുടെ എല്ലാ സമ്പാദ്യം എന്താണ്. ഇപ്പോൾ വെട്ടിക്കുളം താമസിക്കുന്ന ആരെ എടുക്കാം. എൻ്റെ അപ്പൂപ്പൻ എന്തായിരുന്നു, കർഷകനായിരുന്നു, സംശയമില്ല. അതിനായി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ തലച്ചിറ അസീസിനെയും അദ്ദേഹത്തോടൊപ്പമുള്ള എല്ലാ ജനപ്രതിനിധികളെയും ഞാൻ പഞ്ചായത്ത് മെമ്പർമാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളെ ഈ അവസരത്തിൽ പ്രസിഡന്റ് കൂടി ഇരിക്കുന്നുണ്ട് ഞാൻ പറയുന്നതാണ്. കാരണം നമ്മൾ നല്ലത് ചെയ്താൽ ആരെയും നല്ലതെന്ന് പറയണം. വെറുതെ കുറ്റം കണ്ടുപിടിക്കാനും കൊഞ്ഞനം കുത്താനും ആർക്കും പറ്റും. പക്ഷേ അതല്ല, നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ നല്ലതാണ്. അപ്പോൾ പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. കർഷക രംഗം, കാർഷിക രംഗത്തും മറ്റ് വികസന കാര്യങ്ങളും അതുപോലെ തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തും കാർഷിക രംഗത്ത് നടത്തിയിട്ടുള്ള വളരെ പ്രശംസനീയമായ നടപടികൾ നമ്മുടെ ഈ പഞ്ചായത്തിലെ കർഷകർക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. മേലിലും അത്തരത്തിൽ നല്ല പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ പഞ്ചായത്തിന് കഴിയട്ടെ. വിപണിക്ക് പ്രജേഷപ്രകാരം 15 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. പക്ഷേ വിപണിയുടെ സ്ഥിതിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കെട്ടിടമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്, MLA ഫണ്ടിൽ നിന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ നടത്തിപ്പിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാതെ ശമ്പളത്തിന് ടൈറ്റാണ് ഇപ്പം. അവരെല്ലാം വന്ന് കണ്ടിരുന്നത്. ഞാനത് എന്നിട്ട് മന്ത്രിയോട് സംസാരിച്ചു. മന്ത്രി എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് പറ്റുന്നത്, സ്വന്തം നടത്തേണ്ട സ്ഥാപനമല്ലേ, ഞങ്ങൾ സർക്കാരിൽ നിന്ന് എങ്ങനെ പണം കൊടുക്കുമെന്നാണ് ചോദിക്കുന്നത്. അവരെ നടത്തി അത് കർഷകർക്ക് നേട്ടമുണ്ടായി അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഉപയോഗിച്ച് നടത്തിക്കൊണ്ട് പോകേണ്ടതാണ്. അത് കുറച്ച് വലിയ ഒരു മൈതാനവും മറ്റ് സാഹചര്യങ്ങളും ഒക്കെ വേണ്ടതുകൊണ്ട് ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ പവിത്രേശ്വര പഞ്ചായത്തിലെ പുത്തൂര് പാങ്ങൂര് ക്ഷേത്ര മൈതാനമാണ് ഈ പരിപാടിക്കായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. 25, 26, 27 ഞാൻ എല്ലാവരെയും ഈ 3 ദിവസം പാങ്ങൂര് ക്ഷേത്രാങ്കണത്തിലേക്ക് ക്ഷണിക്കുകയാണ്. 25-ാം തീയതി രാവിലെ കൃത്യം 9 മണിക്ക് കേരളത്തിന്റെ ആദരണീയനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദാണ് പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. 26-ാം തീയതി സെമിനാറുണ്ട്, നാടൻ പാട്ടുണ്ട്. അതിലെല്ലാം ഉപരി 27-ാം തീയതി വ്യത്യസ്തമായ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. അത് കാർഷിക പ്രശ്നോത്തരി എന്നാണ് പരിപാടി ഞങ്ങളിട്ടേക്കുന്ന പേര്. കർഷകരുടെ കാർഷിക മേഖലയിലെ ചോദ്യാവലികൾ തയ്യാറാക്കി നമ്മളൊരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്ന പോലെ കർഷകർക്കിടയിൽ ഒരു പരിപാടി. അതിൻ്റെ വിത്ത്, അതിനുള്ള കാര്യങ്ങളെ കൂലി ഉൾപ്പെടെയുള്ള കതിർമണി എന്നൊരു പരിപാടി ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ചു. ഇവിടെ എവിടെയെങ്കിലും 2 ഏക്കറിൽ കുറയാത്ത കൃഷിഭൂമി, തരിശായിട്ട് ഭൂമി നെൽകൃഷി ചെയ്യാൻ വേണ്ടി ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായം കിട്ടും. അത് ഒരു വ്യക്തിക്കല്ല, ഒരു നമുക്ക് വായനശാലയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുടുംബശ്രീയോ പുരുഷ സഹായ സംഘമോ അങ്ങനെയുള്ള സംഘടനയ്ക്ക് മാത്രം ഒരുമിച്ച് വന്നാൽ നമ്മളത് കൊടുക്കും. നിങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ നെല്ല് നമ്മൾ തന്നെ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്ത് അത് അരിയായിട്ട് പ്രോസസ്സ് ചെയ്ത് കതിർമണി എന്നുള്ള പേരിൽ നമ്മൾ 5 കിലോ പാക്കറ്റ് ആക്കിയിട്ട് വിപണിയിൽ എത്തിക്കുന്ന ഒരു പദ്ധതിയാണ്. അതുപോലെ തന്നെ 15 ലക്ഷം രൂപ നമ്മുടെ കാപ്പള്ളി വിപണിക്ക് വേണ്ടി കെട്ടിട പണിയും കൊടുത്തിട്ടുണ്ട്. കെട്ടിട പണി 90% പൂർത്തിയാക്കി ടൈലിൻ്റെ ഇന്ന് കൃത്യം ആ സമയത്ത് തന്നെ നമുക്ക് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്നത്. അതേപോലെ തന്നെ നമ്മുടെ ചിങ്ങം
ഒന്ന് കർഷക ദിനം. നമ്മുടെ കേരളത്തിലെ മുഴുവൻ കൃഷിഭവനിലും കഴിഞ്ഞ ഒരു വർഷക്കാലമായി കുഞ്ഞു പെണ്ണേ കുറിഞ്ഞി പെണ്ണേ വിത്ത് കൊണ്ട് ഓടിവായോ വിത്ത് നടാൻ ബാവ പെണ്ണേ മൈന പെണ്ണേ പാട്ടുപാടാം പരിവാരിയായി നിൽക്കൂ പെണ്ണേ കുഞ്ഞി പെണ്ണേ കുറിഞ്ഞി പെണ്ണേ പരമകേ വിത്തറിയാം പാകമായാൽ കൊയ്തെടുക്കാം തിന്നിനന്തോ തൊങ്കാലെ തങ്കിച്ചും കൊണ്ടൊരു പെണ്ണ് വരുന്നേ അത്തിന്തോം തിന്തിനും തോന്നക തിന്തീനന്തോം തകരിന്തോം തിന്തിനും തോന്നക തിന്തീനന്തോം ദൂരെ കീഴക്കൂന്നൊരു പെണ്ണ് വരുന്നേ തിന്താര ചാഞ്ചാരിഞ്ഞം പെണ്ണ് വരികയല്ലാണോ തിന്താര ആടാങ്കിൽ ആടടി പെണ്ണെ ഏമത്തിരുതേ അല്ലെങ്കിൽ നാട്ടാർക്ക് കളം കൊടു പെണ്ണെ ആവോങ്കിൽ ആടടി പെണ്ണെ ഏമത്തിരുതേ അല്ലെങ്കിൽ നാട്ടാചാരം കളം കൊടു പെണ്ണെ അത്തിന്തോം തിന്തിനും തോന്നക തിന്തീനന്തോം തകരിന്തോം തിന്തിനും തോന്നക തിന്തീനന്തോം ഓടി മറഞ്ഞു പെണ്ണ് ഉടഞ്ഞിട്ടുടുത്തേ പരിമാറഞ്ഞു പെണ്ണ് വരിഞ്ഞങ്ങ് കെട്ടി ചോരക പെണ്ണ് വന്നങ്ങ് കളത്തിലിറങ്ങി അവള മരങ്ങു തെളിഞ്ഞു പൊലിക്കളം കണ്ടേ അത്തിന്തോം തിന്തിനും തോന്നക തിന്തീനന്തോം തകരിന്തോം തിന്തിനും തോന്നക തിന്തീനന്തോം ഇത് നങ്ങാടുന്ന പെണ്ണി വേളാരുടെ പെണ്ണോ പൂവങ്കേൽ അച്ഛൻ്റെ മോളിവൾ പാരുവം പെണ്ണെ അത്തിന്തോം തിന്തിനും തോന്നക തിന്തീനന്തോം തകരിന്തോം തിന്തിനും തോന്നക തിന്തീനന്തോം ആടാടോ ആടാടോ പെണ്ണെ ആടുകുഴലി ആടാടോ ആടാടോ പെണ്ണെ ആടുകുഴലി പെണ്ണിൻ്റെ കുഴങ്കൈ ഒന്ന് കറങ്ങി വരട്ടു കാലും കുഴങ്കാലും തിരിഞ്ഞു വരട്ടു തെക്കെല്ലാം സേനാതി കണ്ട് തൊഴുതാട് പെണ്ണെ വടക്കെല്ലാം മാവേലി കണ്ടിട്ടാടടി പെണ്ണെ പടിഞ്ഞാറൻ അത്തമ്മ കണ്ടു തൊഴുതാട് പെണ്ണെ കിഴക്കങ്ങും മുതിമരം കണ്ടു തൊഴുതാട് പെണ്ണെ അത്തിന്തോം തിന്തിനും തോന്നക തിന്തീനന്തോം തകരിന്തോം തിന്തിനും തോന്നക തിന്തീനന്തോം എവിടെ ചെന്ന് പെണ്ണാട്ടം പഠിച്ചു എവിടെ ചെന്ന് പെണ്ണാട്ടം പഠിച്ചു മലയും മാലഞ്ചരിവിൽ ഞാൻ തുള്ളിക്കും പോയേ മലയും മാലമ്പാമ്പും നിന്നാടന കണ്ടേ അയ്യാട്ടവും നെയ്യാട്ടോ ഞാൻ കണ്ടു പഠിച്ചേ അത്തിന്തോം തകരിന്തോം തക തന്തീനന്തോം തകരിന്തോം തിന്തിനന്തോം തക തിന്തീനന്തോം ആ പാമ്പും വെമ്പാമ്പും നിന്നാടന കണ്ടേ ആമയിലും പെൺമയിലും നിന്നാടന കണ്ടേ അയ്യാട്ടവും നെയ്യാട്ടവും കണ്ടു പഠിച്ചേ അത്തിന്തോം തിന്തിനന്തോം തക തിന്തീനന്തോം അത്തിന്തോം തിന്തിനന്തോം തക തിന്തീനന്തോം ഈ ആടിയ പെണ്ണുങ്ങൾക്കൊത്തിരി വെള്ളം കൊടാമോ ആടിയ പെണ്ണുങ്ങൾക്കൊത്തിരി വെള്ളം കൊടാമോ ഈ ആടാത്ത പെണ്ണുങ്ങൾക്കൊത്തിരി എണ്ണ കൊടാമോ ആടാത്ത പെണ്ണുങ്ങൾക്കൊത്തിരി എണ്ണ കൊടാമോ അത്തിന്തോം തിന്തിനന്തോം തക തിന്തീനന്തോം മനസ്സൊരുക്കാം കൂട്ടരെ മണ്ണറിഞ്ഞു പണിയെടുത്ത് മുന്നേറാം